ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 200ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, മാറിപ്പോയി. സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ ആ എപ്പിസോഡൊന്നുമല്ല ഇത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ സുധി, നമ്മളെ മൈൻക്രാഫ്റ്റ് ഗോഡ്, കേരളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് യൂട്യൂബർ ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് ഗോഡിൻ്റെ വേൾഡിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്കിതേ ഇവിടെ താങ്ക്സ് ഫോർ ഡൗൺലോഡിംഗ് എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ബെഡ് വെച്ചിട്ട് ഫസ്റ്റ് കിടന്നേക്കാം, കാരണം രാത്രി ആയിട്ട് ഇപ്പോൾ. ഓക്കെ, നമുക്ക് കിടന്നേക്കാം. വേൾഡ് ഫുള്ള് സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് വേൾഡ് തന്നെയാണ് പറയാം നമുക്ക്, കാരണം നമ്മളെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വേൾഡാണിത്. ഓക്കെ, ആർമർ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ഫുൾ നെതറൈറ്റ് മാക്സ് ആർമറാണ്. ഓക്കെ, റോക്കറ്റ്, പിന്നെ സോഡ്, ഗോൾഡൻ ക്യാരറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കിതൊക്കെ ഇട്ടേക്കാം. നമുക്കിത് ഈ ഒരു വേൾഡ് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വീട്ടിലോട്ട് കയറുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഫസ്റ്റ് തുടക്കത്തിൽ നിന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് മാക്സിമം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വേറെ ഒരു എപ്പിസോഡിലും ചെയ്യാം. ഫസ്റ്റ് റോക്കറ്റ് വെച്ച് പറക്കുന്നില്ല, നമുക്ക് ഫസ്റ്റ് തന്നെ വീട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഫുള്ള് സീന് വേൾഡാണ്. എന്തായാലും നമുക്ക് നമ്മളെ വേൾഡ് ഇതേപോലെ ഇതിനേക്കാളും ബെസ്റ്റ് ആക്കാൻ പറ്റുമോ നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇതേപോലെ ഉണ്ട്. ഓ, അവിടെ പണിയെടുക്കാം കേട്ടോ. പണിയെടുക്ക്. ഓക്കെ, പണിയെടുക്കണ്ട ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇതേവിടെ ആർമർ സ്വാപ്പർ ഉണ്ട്. ഇതൊക്കെ സീനാട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സുധീൻ്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ, കാരണം കുറേ മിക്ക എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് സുധീൻ്റെ. സോ ഈ ആർമറൊക്കെ നമുക്ക് ഇതിലോട്ട് തിരിച്ച് വെച്ചേക്കാം. സോ ഗൈസ്, നമ്മളിത് അടിയിലോട്ട് പോയേക്കാം. അതെ, ഇതൊക്കെ സീനാട്ടോ. ഈ ഒരു വേൾഡ് മാപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതും നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ വീട്ടിലും ഇതേപോലെ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. സോ നമുക്ക് വരുന്ന എപ്പിസോഡിൽ അതൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതോ ഇവിടെ മറ്റേ ഫാക്ടറി ഐലൻഡ്, പിന്നെ ട്രേഡിങ് ഷിപ്പ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഐലൻഡ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് സുധിയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല രസമുണ്ട് എന്തായാലും. ഓക്കെ, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ആ ഒരു ഫുൾ വേൾഡ് മാപ്പ് തന്നെ. അതെന്തോ റോക്കറ്റ് ഫാക്ടറി. ഓക്കെ, നമുക്ക് ഇതിലെന്താ ഉള്ളത്? ഓ, ഇതില് മറ്റേ സംഭവം ഓരോതെന്നാ ഉണ്ടാക്കിയത് എന്നുള്ളത്. ഓക്കെ, അത് സംഭവം കേട്ടോ. ഓക്കെ, ഇതില് ഡ്രാഗന്റെ ഹെഡ്, വാർട്ടന്റെ ഹെഡൊക്കെ ഉണ്ടാവും. അതൊന്ന് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇതില് കാണുന്നുണ്ട്. ഞാൻ വേൾഡ് ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. റിസോഴ്സ് പാക്ക് എന്തോ സംഭവമാണ്. ഓക്കെ, ഇത് മറ്റേ ഫയർ ആർമർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ഒരു വേൾഡ് ഉണ്ടല്ലോ ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പറന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇതെവിടെ ഇങ്ങനെ പറന്ന് നോക്കാം. ഈ ഹോം ഐലൻഡിൽ തന്നെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ സാധനം നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോൺ പേപ്പർ സീസർ, ഇതെങ്ങനെ കളിക്കേണ്ടത് എനിക്കറിയില്ല. ഓക്കെ, ഇതെങ്ങനെ ഇത് നിൽക്കിയിട്ട് എങ്ങനെയാണ് സംഭവിക്കാറില്ല, വർക്കാവുന്നില്ല. സുധീൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കണത്, പക്ഷെ ഇതെങ്ങനെ വർക്കാവുന്ന എനിക്ക് ഓർമ്മയില്ല. ഇത് ഏതോ ഒന്ന് നിൽക്കി കൊടുക്കല, അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്, അറിയില്ല. എന്തൊക്കെയോ ആവുന്നുണ്ട്. ഓക്കെ, പോട്ടെ, അതായിരിക്കും നല്ലത്. നമുക്കിനി ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് നോക്കണം. ഇതെവിടെ തന്നെ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. മറ്റേ ഓട്ടോ സ്മെൽറ്റർ ഉണ്ട്, സൂപ്പർ സ്മെൽറ്റർ. പിന്നെ ഇവിടെ എൻചാൻമെന്റ് ഏരിയ ഫുൾ. പിന്നെ ഇത് പുതിയ സംഭവമാണ്, മ്യൂസിയം പോലെ എല്ലാ റെയർ ഐറ്റംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ബാനർ പാറ്റേൺ, പിന്നെ മറ്റേ ഹെൽമെറ്റ്, എന്തേന്ന് ടർട്ടിൽ ഹെഡ്, അതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ ഉണ്ട്. നമുക്ക് ഇട്ടോക്കാടാ. അല്ല, ഇട്ടോക്കണ്ട, ഇതില് അധികം ഇതെവിടെ നമ്മൾ ഇട്ടില്ലേ, അത് അറിയാതെ സ്നീക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടോ. ഓക്കെ, നമ്മള് അത് ഇതെവിടെ കണ്ട ഡീപ് സ്ലേറ്റ് എമറാൾഡ് ഓർ, ഏറ്റവും നമ്മളെ മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലോക്കാണ് ഡീപ് സ്ലേറ്റ് എമറാൾഡ് ഓർ. പിന്നെ ഇത് അടിയിലായിട്ട് ഇതൊന്നും ഞാൻ കണ്ടില്ലേ. ഇത് എന്താ മറ്റേ സാധനം, എന്തോ മറ്റേ ഡിസ്ക്, ഏതാ ഇത്? മറ്റേ സാധനം, പേടിപ്പിക്കുന്ന സാധനം. അയ്യോ, വേണ്ട. നമുക്ക് നേരെ മുകളിലോട്ട് വരാം.
ഓക്കെ, ഇതെവിടെ കുറെ ആർമർ ട്രിം പിന്നെയും കയറി മുകളിലോട്ട് കയറി. ആർമർ ട്രിം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഏറ്റവും റയർ ആയിട്ടുള്ള ഓരോ ആർമർ ട്രിമാണ് ഇവിടെ. എല്ലാ ആർമർ ട്രിമും നമ്മൾ മൈൻക്രാഫ്റ്റിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ ആർമർ ട്രിമും സുധിയാണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ ആപ്പിളോ? കുറെ ആൾക്കാര് മറ്റേ ഇത് വെച്ചിട്ട് എന്താണ് ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് കുറെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പറഞ്ഞു നോക്കാം, നമ്മുടെ രാധി കൊട്ടാരത്തിന്റെ. പിന്നെ ഇത് ഇവിടെ വിൻഡ് മില്ലുണ്ട്. അവിടെ മറ്റേ സാധനം ഉണ്ടോ, മെയ്സ് ഇതേ മെയ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, മെയ്സ് കിട്ടി നമുക്ക്. മെയ്സ് അൺബ്രേക്കിംഗ് മറ്റേ ഒന്നും ഇല്ലല്ലേ? ഞാൻ വിചാരിച്ചു ഇതിലെന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടാവുന്നത്. ഇതിലതൊന്നും ഇല്ല. നമുക്കിതേ രാധി കൊട്ടാരത്തിലെത്തി നമ്മള്. ഇതല്ലേ കൊട്ടാരം. ഇവിടെ മീനുക്കുട്ടി ഉണ്ട്. നമുക്കിതേ മീനുക്കുട്ടി ഒരു ഇത് കൊടുക്കാം. നമ്മള് മീനുക്കുട്ടി ഇവിടുത്തെ രാജാവാണല്ലോ, രാജ്ഞിയാണല്ലോ. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനം കൊടുക്കണേ. പിന്നെ അതേ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, വേറൊരു ഡോഗും കൂടി ഉണ്ട്. ഇത് ഇവിടെ ഫൈറ്റ്. ഇതെന്തറ ഇത് ഞാനല്ലേ? ഇതെന്തറാ ഇത് ഇന്ന ഭയങ്കര മോശമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഇന്റെ ഹെഡാണല്ലോ. എന്തോ വേൾഡിന് എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ഇന്റെ ഹെഡാണ്. ഇതുണ്ടോ, ഫുള്ള് എന്റെ തല വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓ ഷിറ്റ് ബ്രോ, എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി. എന്റെ തല വേണ്ടതില്ല. പോട്ടെ. ഇതെന്തോ വേൾഡ് ഞാൻ ഇതിലോട്ട് ആക്കിയപ്പോ എന്തോ ഒരു പ്ലെയറിന്റെ ഹെഡ് എന്തോ മാറിപ്പോയതാന്ന് തോന്നുന്നുണ്ട്. അതാവും. നമുക്ക് ഇവിടെ ഈ ഇത് നിങ്ങൾക്ക് അറിയാറില്ല. ഞാൻ സുധീയുടെ എല്ലാ വീഡിയോസും കാണുന്നതിനെ കൊണ്ട് എനിക്കിത് അറിയാം. ഇവിടെ ഒരു സീക്രറ്റ് സ്ഥലമുണ്ട്. ഇതെങ്ങനെ അടയ്ക്കുക? ഇത് അടയൂലേ? ഭയങ്കര മെക്കാനിസം ആണോ ഇത്? അറിയത്തില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നു. സുധീനെ സമ്മതിക്കണം. കാരണം ഇതില് ഇവിടെ കണ്ടോ റയർ ആയിട്ടുള്ള ഇതെന്തോന്ന്, ഇതിന് ബ്ലാക്ക് മാർക്കറ്റ്. ഇത് ബ്ലാക്ക് മാർക്കറ്റ് ആണ്. റയർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന സ്ഥലം. ഇതിന്റെ അടിയിലുണ്ടാവും ബ്ലാക്ക് മാർക്കറ്റിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെ ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ അതേ ഞൊഴഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഹെഡായതിനെ കൊണ്ട് ഞാൻ തന്നെയാണ്. പിന്നെ അതെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഓ ഇത് ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ റെയിൻബോ ഷീക്ക്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ അതേ ബാക്കിയുള്ളവരൊക്കെ അതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുകളിലോട്ട് കയറി വെക്കാം. ഇതോ ഇവിടുത്തെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഇത് ഇതാക്കിയ മാറൂ. ഓ മാറി. ഓക്കെ, സീനാട്ടോ. ഇനി ഇതേ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ എന്താ വീടോ? അതൊന്ന് പെട്ടിയോട്ട പോലത്തെ സംഭവം, പഴയ കാലത്തെ മിഡീവൽ ആയിട്ടുള്ള സംഭവമാണ്. ഇതെവിടെ ഇതെന്താ സാന്റാക്ലോസിന്റെ ഇത് ഞാൻ തന്നെയാണല്ലോ. ഇത് ഞാൻ മറ്റേ ക്രിസ്മസിന്റെ സമയത്ത് എന്റെ സ്കിന്നിലോട്ട് എന്റെ ക്യാപ്പ് ചേർത്തിട്ടുണ്ട്. മറ്റേ സാന്റാക്ലോസിന്റെ തൊപ്പി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതാ തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാവുന്നുണ്ട്. വേൾഡിന്റെ ഫയലിൽ എന്തൊക്കെയോ ഞാൻ ആക്കിയിട്ടുണ്ട്. അതിനെ കൊണ്ടാണ്. ഇതെന്തരാ ഇതിന്റെ ചെറിയ വേർഷനാ. ഇതൊക്കെ എന്താന്നൊക്കെ അറിയില്ല. എന്തായാലും പോട്ടെ. നമുക്ക് ഫുഡ് പിന്നെ അതേ വേറെ കുറച്ചുണ്ട്. എന്താ ഗ്യാസിന്റെ സൗണ്ട് ഇടുന്ന വന്ന് എവിടുന്നാ അറിയത്തില്ല. എന്തോ മറ്റേ സാധനം വെച്ചിട്ടുണ്ടോ തോന്നുന്നത്. എന്താ അതിന് പറയുക, മറ്റേ ലാമ്പോ മറ്റേ സൗണ്ട് വരുന്നൊരു സാധനം ഉണ്ടല്ലോ. അതിന്റെ പേര് ഓർമ്മ വരുന്നില്ല. ലൂമല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ. ആ സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ. മറ്റേ സൗണ്ട് നോട്ട് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് ആ സൗണ്ട് ആണ്. ഇന്നത്തെ ഇവിടെ വില്ലേജർ ട്രേഡിംഗ് ഹാള്. ഇത് നിൽക്കാന്നെങ്കിലും ആവും ഇല്ലല്ലേ? ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. എംറാൾഡ്, ഹേബേല്, സ്ലൈം, മഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ മറ്റേ വില്ലേജേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ അടിയിൽ തന്നെയല്ലേ വില്ലേജേഴ്സ് ഉള്ളത്? ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊരു ലാഗ് വരുന്നുണ്ട്. കാരണം ഈ വേൾഡിൽ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ശുദ്ധീകരണം ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് നല്ല ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ്, നല്ല ലാഗ് വരും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹിക്കുക. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ആക്കാം. കുറച്ചും കൂടി നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടി. പിന്നെ സുധിയണ്ണന്റെ വീഡിയോസ് ഒക്കെ ആദ്യം മുതലേ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ ഗ്യാസിന്റെ സൗണ്ട് ഇടുന്നതാണ്ടാ ഇവിടുന്നാണ് വരുന്നത്.
ഇവിടെ ഏതോ ഒരു പ്രഷർ പ്ലേറ്റ് എന്തോ അമർത്തുമ്പോഴാണ് മോഷൻ സെൻസർ എന്തോ ഉണ്ട് ഇവിടെ. ഇവിടെ ഇത് അറിയുന്ന ആൾക്കാരൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കാരണം ഇതൊക്കെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ തന്നെ ആയിരിക്കും. നല്ല രസമുള്ള വീഡിയോസാണ്. രാത്രിയാകുമ്പോൾ ഇവിടെ ഹൊറർ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, മറ്റേ അടക്കം ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ശരീരം മരിച്ചിട്ട് ശേഷം ആ സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഒരു ഇത് വരേണ്ടതാണല്ലോ, അവിടുന്ന് പൊങ്ങി വരും. രാത്രിയായാലും ഡേ ലൈറ്റ് സെൻസർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സുതി, അതിവിടെ ഉണ്ടാവുന്നതാണ്. ഇവിടെ വർക്കാവുന്നില്ല തോന്നുന്നുണ്ട്. ഇത് ആ ഭാഗത്തണ്ട, അവിടുന്ന് ഇങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ പൊന്തി വരേണ്ടതാണ്. എന്താ അറിയത്തില്ല, പൊന്തി വരുന്നില്ല. ഇവിടെ നോക്കി നോക്കാം. ഓ, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് എവിടുന്നാ വരല്? അതെ, ഇത് വന്നു ഇപ്പൊ വന്നിട്ടാ. ഇതാണ് സംഭവം. അവിടെ വേറെന്തോ ഹെഡായിരുന്നു, വേറെന്തോ പ്ലെയർ ഹെഡ് എന്തോ. എന്താ സൗണ്ട്? സൗണ്ട് സ്കേരി ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് പോയേക്കാം. നമുക്ക് ഫസ്റ്റ് കിടന്നുറങ്ങാം. വല്ല പ്രേതം വന്നാലേ നമ്മൾ പിടിച്ചോണ്ട് പോകും. പറയാൻ പറ്റില്ല, സുധിയണ്ണന്റെ വേൾഡാ, പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാമെന്ന്. ചിലപ്പോ സുധിയണ്ണ രാത്രിയാണ് പ്രേതമായിട്ട് വരും. നമുക്കിത് ഇവിടെ ഇനിയും കറങ്ങാൻ കുറെ സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ രസമുണ്ട് സംഭവം. ഇത് ഈ ട്രാപ്പ് ഡോർ നിർത്തുമ്പോ വരുന്നില്ല, അപ്പൊ വരുന്നില്ല. എന്തായാലും രസാക്കിണ്ട്. നമുക്കിത് ഇവിടെ ഇനി കറങ്ങി നോക്കാം. പിന്നെ റാദി ടൗണ്, പിന്നെ ഇവിടെ മറ്റേ കാസിലുണ്ട്. വേറെന്താ ഉള്ളത്? വേറെ അവിടെ ഉണ്ടോ? അവിടെ എന്തെങ്കിലും അവിടെ ഒരു സംഭവം ഉണ്ട്, അവിടോട്ട് പോയാൽ നമുക്ക്. ഇവിടെ വിച്ചിന്റെ ആ സ്ഥലമുണ്ട്, നമ്മളെ ബ്രൂ ചെയ്യുന്ന സ്ഥലം. ഇവിടെ ബ്ലാക്ക് കാറ്റ് ഉണ്ട് കണ്ടാ. പിന്നെ വേറെന്താ ഉള്ളത്? വേറെ അവിടെ ഒരു വിച്ച് ഇങ്ങനെ ബ്രൂ ചെയ്യുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ, അത് ഞാനാണല്ലോ ഇപ്പൊ. ഇവിടെ വിച്ചാണ് വരേണ്ടിയിരുന്നത്. എന്റെ ഹെഡാണ് ഇപ്പത്. എന്താ അത് വിച്ച്, അത് മാത്രം വിച്ചിന്റെ ആണ്. പക്ഷേ നമുക്കത് ഇതിലൂടെ നടന്നു പോയേക്കാം. ഇതെന്താ അത്? ഇതും പോയി. ഇത് ശരിക്കൊരു സ്കേരി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഇവിടെ ഇന്റെ തല കൊണ്ടുപോയി വെച്ച്, അതിനെ കൊണ്ട് ഇത് ഒരു സ്കാരി ആയിട്ട് തോന്നുന്നില്ലേക്ക്. ഞാനൊരു വെട്ടെടുത്തേക്കാം. അത്ര സോഡിനും തീ പിടിക്കും. ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ആക്കിയാൽ തോന്നുന്നുണ്ട്. പിന്നെ അത് എവിടെയൊക്കെ മറ്റേ വെക്സോ അല്ലയോ? വെക്സ് അല്ലേ, വെക്സിന്റെ ഹെഡാണ്. അയ്യോ. ഓക്കെ, ഇനി നമുക്ക് നെതറിൽ പോയൊക്കെ തോന്നുന്നു, അതായിരിക്കും നല്ലത്. നമുക്ക് നെതർ ഹബ്ബൊക്കെ ഒന്ന് കാണാം. നമ്മളെ സുധിയാണന്റെ ഇവിടെ തന്നെ ഒരു പോർട്ടൽ ഉണ്ടല്ലോ. എവിടെ പോയി? ഇവിടെ വേറെ മറ്റേ അയൺ ഫാം വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബാക്ക് അടിക്കുക. ഓക്കെ, പോട്ടെ. നമുക്ക് എന്തായാലും നെതറിൽ പോയേക്കാം. ഇവിടെ പോർട്ടലുണ്ട്. ഈ പോർട്ടൽ വഴി നമുക്ക് നേരെ പോയേക്കാം. ഓക്കെ, പോട്ടെ. ഇത് നമുക്ക് നെതറിലെത്തിയിട്ടുണ്ട്. ഈ കാണാൻ കഴിയും. ഇവിടെ നെതർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, നെതർ ഹബ്ബ്. സമ്മതിക്കണം കേട്ടോ, അമ്മാരി ബിൽഡാണ് സംഭവം. ഇവിടെ റോക്കറ്റ് ഫാക്ടറി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയേക്കല്ലോ. ഇവിടെ അടുത്ത് തന്നെ റോക്കറ്റ് ഫാക്ടറിയിലോട്ട് പോയേക്കാം. ഓക്കെ, ക്രീപ്പർ ഫാമാണ് സംഭവം. അതിന്റെ ഒപ്പം തന്നെ ഷുഗർ കെയിന്റെ ഫാമും. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കണ്ട, മറ്റേ റോക്കറ്റ് ഫാക്ടറി ആണ്. ഇവിടെ മറ്റേ സ്കെൽറ്റൻ ഉണ്ടായിരുന്നല്ലോ, സ്കെൽറ്റൻ ഉണ്ടോ തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഇവിടെ ഒരു സ്കെൽറ്റൻ ഉണ്ടാവേണ്ടതാണ്, കാരണം മറ്റേ മ്യൂസിക് ഡിസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെൽറ്റൻ ഇതാക്കിണ്ടായിരുന്നു. ഇതെവിടെ ഇപ്പൊ എത്ര ഗൺ പൗഡർ അവിടെ. ഇവിടെ ഉണ്ടാവും മറ്റേ റോക്കറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സംഭവം സെറ്റാട്ടോ, എത്ര റോക്കറ്റാ. സമ്മതിക്കണം, ഫാം നല്ല വർക്കിംഗ്. ഈ ഫാം ഇപ്പൊ മുകളിലുണ്ടാവും കുറെ ക്രീപ്പർ ഇപ്പൊ തന്നെ വന്നോ. അത് അവിടെ സ്കെൽറ്റൻ ഉണ്ട് അവിടെ. അമ്പിട്ട് മതി. ഓക്കെ, അത് ചാവുമ്പോ കണ്ടാ മ്യൂസിക് ഡിസ്കും നമുക്ക് കിട്ടുന്നുണ്ട്. വാടാ അമ്പക്കണം. അത് ചാവുമ്പോ മ്യൂസിക് ഡിസ്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ കിട്ടി. C14 കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, നമുക്കിന്ന് തിരിച്ച് നെതറിലോട്ട് തന്നെ പോയേക്കാം. കാരണം ഇത് കുറെ ദൂരെ തോന്നുന്നുണ്ട് നമ്മളെ ഈ ഒരു സംഭവം. ഓക്കെ, ഇനി ഇങ്ങോട്ടാ പോകുന്നില്ല, ഇങ്ങോട്ടേക്ക് വർക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ടാ പോവാ? ഇവിടെ എൻഡ് പോർട്ടൽ ഉണ്ട്, വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഇവിടെ എന്താ? ഇവിടെ വേറെന്തോ ആണ്. ഇവിടെ ഗാർഡിയൻ ഫാം ആണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്തോട്ട് റോക്കറ്റ് ഫാക്ടറി, തന്നെ പോകാൻ നമ്മൾ പോയത്. ഓവർവേർഡിലോട്ട് തന്നെ തിരിച്ചു പോകാം. കാരണം ഇപ്പൊ തന്നെ നമ്മൾ കുറെ നേരം കളിച്ച് നോക്കുകയാണ്. ഇന്നത്തെ റെക്കോർഡ് ചെയ്യാനുള്ള സമയമൊക്കെ കുറെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ മോസ്റ്റ് ഓഫ് സംഭവങ്ങളൊക്കെ നമ്മൾ സുധേണ്ണൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിരുന്നു. കാരണം നല്ലൊരു ബേസ് തന്നെയാണ്, സെറ്റാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ വേൾഡില്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തോന്നുന്നുണ്ട് സുധേണ്ണ. അതിനെക്കൊണ്ടാണ് ഇപ്പോൾ വേൾഡ് ഫയലൊക്കെ തന്നത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.